വ്യാഴാഴ്ച ചിലത് സംഭവിക്കും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ആ സംഭവിക്കുന്ന ഒരുപക്ഷെ ഖമേനിയുടെ മരണമാവാം. ഇറാൻ പേടിച്ചു പോയിരിക്കുന്നു. ഇറാൻ അവരുടെ പട്ടാളക്കാരുടെ മുഴുവൻ മൊബൈൽ ഫോണുകളും ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്തിനേറെ ഇറാൻ ജനങ്ങളോട് പറയും, നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഹിസ്ബുള്ള ഭീകരരുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല ഒറ്റയടിക്ക് ഇസ്രായേൽ തകർത്തത് പേജർ ബോംബിങ്ങിലൂടെയാണ്. ഇസ്രായേൽ എന്തും ചെയ്യാൻ കഴിയും. ഇസ്രായേൽ ചാരന്മാർ മാസങ്ങളെടുത്ത് ഇറാനിലേക്ക് നുഴഞ്ഞു കയറി മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ ഡ്രോൺ ഫാക്ടറികൾ സ്ഥാപിച്ച് അവിടെ നിന്നും ഡ്രോണുകൾ പറന്നുയർന്ന് കൃത്യലക്ഷ്യത്തിൽ ചെന്ന് സൈന്യാധിപനെ വരെ കൊന്നു. സൈന്യത്തിന്റെ തലവൻ, അവരുടെ ചീഫ് ഓഫ് സ്റ്റാഫ്, അവരുടെ ഇന്റലിജൻസ് മേധാവി, അവരെയൊക്കെ കൊന്നുകളഞ്ഞു. അത് അവസാനിപ്പിച്ചിട്ട് ഇന്റലിജൻസ് മേധാവിയെ രണ്ടാമത്തെ ഓപ്പറേഷനാണ് കൊല്ലുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പുതുതായി നിയോഗിച്ച സൈനിക മേധാവിയെയും കൊന്നെന്നാണ്. ഇത് ഇസ്രായേൽ ഇറാന്റെ മണ്ണിൽ നടത്തുന്ന ഓപ്പറേഷനാണ്, അല്ലാതെ ഇവിടുന്ന് മിസൈൽ അയച്ച് ചെയ്യുന്നതല്ല. ആരാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല. അതുകൊണ്ട് കൂട്ടത്തോടെ ഇസ്രായേൽ ചാരന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പല ഇറാനി പൗരന്മാരെയും തൂക്കിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു വശത്ത് നിരവധി പേരെ ഈ ദിവസങ്ങൾ തൂക്കിക്കൊന്നു. വ്യാഴാഴ്ച രാത്രിയിൽ ലോകം നടുങ്ങുമെന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം നടക്കുമോ ഇല്ലയോ എന്നറിയാൻ ഇനി സമയമുണ്ട്. അതിന് തിരിച്ചടിയായി ഇന്നലെ ഇറാൻ പറഞ്ഞത് ഇന്ന് രാത്രിയിൽ ലോകം നടുങ്ങുമെന്ന്. പക്ഷേ ഇതുവരെ ആരും നടുങ്ങിക്കണ്ടില്ല. ഇറാന്റെ സൂപ്പർസോണിക് മിസൈലായ ഫത്ത-1 അത് വിട്ടിരിക്കുന്നു എന്നാണ് ഇന്നലെ അവർ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 400 സെക്കൻഡ് കൊണ്ട് ടെല്ലവീവിൽ എത്തുമെന്നാണ് അവകാശം. 400 സെക്കൻഡിന് പകരം 400 മിനിറ്റും കഴിഞ്ഞ് ദിവസം ഒന്നായിരിക്കുന്നു. അത് ടെല്ലവീവിൽ എത്തി എന്ന് സ്ഥിരീകരിക്കാൻ ഇറാന് പോലും സാധിച്ചിട്ടില്ല. എന്നാൽ അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇറാൻ അടിമുടി വിറച്ച് ഭയന്ന് കഴിയുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ട്രംപ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യുന്നു, പിന്നാലെയുണ്ട്, വെറുതെ വിടുമെന്ന് കരുതരുതേ എന്ന്.